ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈസ്റ്റ്, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ നല്ല സ്പോഞ്ചിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കപ്പി കാച്ചിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കണം നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടിയിൽ നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് കുറച്ചായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് വെള്ളം ചേർക്കണുണ്ടെന്ന്. പക്ഷേ ഇത് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിപ്പോവും. കറക്റ്റ് വെള്ളമൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും അധികം ടൈമൊന്നും വേണ്ടി വരില്ല. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അധികം കട്ട കെട്ടാതെ നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിത് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ കട്ടിയായി പോവും. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ സാധാരണ അപ്പത്തിൻ്റെ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങയുടെ അടിഭാഗമൊക്കെ എടുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ വെള്ള കളറ് മാറിപ്പോവും. അതുകൊണ്ടിട്ടാണ് നമ്മൾ കറുത്ത ഭാഗം എടുക്കാതിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കപ്പി കാച്ചി വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കപ്പി കാച്ചിയത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം നമ്മളിപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ തേങ്ങാവെള്ളം എടുത്ത് വെച്ച്, വട്ടയപ്പത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അലിയിപ്പിച്ച് വയ്ക്കുക. വൈകുന്നേരം നമ്മൾ വട്ടയപ്പത്തിൻ്റെ പൊടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു മെത്തേഡാണ്. ഞാനിപ്പോൾ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുത്തേക്കണ കൊണ്ടിട്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ നമുക്ക് കറി കൂട്ടിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര അധികം വേണ്ട. മധുരം ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അധികം ചേർത്ത് കൊടുക്കരുത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റുക. ഇനി നമുക്കിതിപ്പോൾ ദോശയുടെ പരുവത്തിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വട്ടയപ്പത്തിന് മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ അധികം കട്ടി കൂടാനും പാടില്ല, എന്നാൽ അധികം കട്ടി കുറയാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി വെക്കാം. ഒരു 8-9 മണിക്കൂർ നേരം നമുക്ക് ഈ മാവ് ഒന്ന് നന്നായിട്ട് പുളിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് ഇത് മൂടി വെക്കുകയാണ്. ഇനി നമുക്കിത് ഒരു 8-9 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 8-9 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റോ കള്ളോ ഒന്നും ചേർക്കാതെ തന്നെ തേങ്ങ വെള്ളത്തിൽ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്.
നല്ലൊരു ടേസ്റ്റും സ്പോഞ്ചിയാണ് ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങ വെള്ളം എടുക്കുമ്പോഴേക്കും നമ്മൾ രാവിലെ തന്നെ തേങ്ങ വെള്ളം റെഡിയാക്കി വെക്കുക, പഞ്ചസാര ഇട്ട് അലിയിച്ച് വെക്കുക. വൈകുന്നേരം നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാര തേങ്ങ വെള്ളം നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും. ആ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പതഞ്ഞ് പൊങ്ങി വരുന്ന നല്ലൊരു മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ മാവ് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വട്ടയപ്പത്തിന് റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രം നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതിലൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിത് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പം നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാരയൊക്കെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയില്ല. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പമാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഒന്നും വേണ്ട, വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പമാണ്. കറി കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഈസ്റ്റോ കള്ളോ ഒന്നും വേണ്ട, തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര മിക്സ് ചെയ്താൽ മാത്രം മതി. നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് പൊങ്ങി വരുന്ന നല്ലൊരു വട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഇതിനകത്ത് 2 വട്ടയപ്പം റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.